കേന്ദ്രത്തിന്റെ തടയലുകൾക്കും പ്രതിസന്ധികൾക്കുമിടയിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രതീക്ഷയുമായി കാർഗോ തുറക്കുന്നു. രാജ്യാന്തര കാർഗോ കെട്ടിടം ഉദ്ഘാടനം പുതുവത്സരമാദ്യം നടന്നേക്കുമെന്നാണ് സൂചന. ഇതോടെ കണ്ണൂർ വിമാനത്താവളത്തെ എയർ കാർഗോ ഹബ്ബായി ഉയർത്താൻ കഴിയുമെന്നാണ് സർക്കാരിന്റെയും കിയാലിന്റെയും പ്രതീക്ഷ. ഇതാണ് ഉദ്ഘാടനത്തിനൊരുങ്ങിയ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ രാജ്യാന്തര കാർഗോ കെട്ടിടം. വിമാനത്താവളത്തിൽ എയർ ട്രാഫിക് കൺട്രോൾ സ്റ്റേഷന് സമീപമാണ് രാജ്യാന്തര കാർഗോ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. 59,000 മെട്രിക് ടൺ സംഭരണശേഷിയാണ് കാർഗോ കോംപ്ലക്സിനുള്ളത്. ജനുവരി അവസാനത്തോടെ കണ്ണൂർ വിമാനത്താവളത്തിലെ ഈ രാജ്യാന്തര കാർഗോ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയുന്നത്. അതിനായി ഉടൻ തന്നെ നിലവിലെ കാർഗോ കോംപ്ലക്സിലെ സൗകര്യങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുക. 2021 ഫെബ്രുവരി 18-നാണ് 12,000 മെട്രിക് ടൺ സംഭരണശേഷിയുള്ള ആഭ്യന്തര കാർഗോ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ഒക്ടോബർ 16-ന് ആദ്യ ചരക്ക് നീക്കവും നടത്തി. 3 വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യാന്തര കാർഗോ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. നിലവിൽ വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്ന ആഭ്യന്തര കാർഗോ കെട്ടിടത്തിൽ നിന്നാണ് ആഭ്യന്തര രാജ്യാന്തര ചരക്ക് നീക്കം നടക്കുന്നത്. പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതോടെ ആഭ്യന്തര രാജ്യാന്തര ചരക്ക് നീക്കം ഇവിടേക്ക് മാറുമെന്നാണ് അറിയുന്നത്. മുൻപ് രാജ്യാന്തര കാർഗോ കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുമ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാർഗോ കോംപ്ലക്സ് ആഭ്യന്തര ചരക്ക് നീക്കത്തിന് മാത്രമായും ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കാർഗോ അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തിനും ഉപയോഗിക്കുമെന്നുമായിരുന്നു അറിയിച്ചത്. കഴിഞ്ഞ 2 വർഷമായി നിർമ്മാണത്തിലിരുന്ന കാർഗോ കെട്ടിടത്തിലാണ് കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നുള്ള ഹജ്ജ് ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നത്. അടുത്ത മാസം ഉദ്ഘാടനം കഴിഞ്ഞാൽ ഇവിടെ ഹജ്ജ് ക്യാമ്പ് നടത്താൻ കഴിയില്ല. 2025-ലെ ഹജ്ജ് ക്യാമ്പിൽ 5,000 യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നിലവിൽ പ്രവർത്തിക്കുന്ന കാർഗോ കെട്ടിടത്തിൽ ക്യാമ്പിന് സൗകര്യം ഒരുക്കാമെന്ന് കിയാൽ ഹജ്ജ് കമ്മിറ്റിയെ അറിയിച്ചിരുന്നു. അതനുസരിച്ച് മന്ത്രി വി അബ്ദുറഹ്മാനും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളും ആഭ്യന്തര കാർഗോ കെട്ടിടം സന്ദർശിച്ചിരുന്നു. എന്നാൽ ഇവിടെ ക്യാമ്പ് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഈ മാസം 21-ന് ചേരുന്ന സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി യോഗത്തിന് ശേഷമാകും ഔദ്യോഗികമായി തീരുമാനിക്കുക. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.